സാഫല്യം തട്ടുകട. മുയൽ വരട്ടിയത് മുതൽ താറാവ് വരട്ടിയത്, നാടൻ കോഴിക്കറി, ജീരകക്കോഴി സ്പെഷ്യലാട്ടോ. ജീരകക്കോഴിയൊക്കെ ചിക്കൻ ചില്ലി. അപ്പോൾ നമുക്ക് വേറെ ഒരു പ്രശ്നം, പൊതിച്ചോറ് ബിരിയാണി. നമുക്ക് ഇവരോട് ഒന്ന് വിവരങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയാണുള്ളതെന്ന്. ശരിയെടുക്കണം. എങ്ങനെയുണ്ട് ചോറും കറിയൊക്കെ? സൂപ്പറാണോ? ഇതെന്താ മുയല? ഇതോ കൂന്തളം, മീൻ പൊരിച്ച് സ്പെഷ്യല് അല്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും? 1 മണി 2 മണി വരെ ഇവിടെ ഉണ്ടാവും. ചിക്കൻ പൊരിച്ച് എല്ലാം ഉണ്ടല്ലേ? പൊതിച്ചോറ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കണം? ആവശ്യക്കാർക്ക് കൊടുക്കണോ അതോ നിങ്ങൾ പൊതിഞ്ഞ് വെച്ചിട്ട്? ആ, പക്ഷെ പൊതിച്ചോറുണ്ട്. എങ്ങനെയാണ് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളെപ്പോഴും വരും? ഞങ്ങൾ 10-11 മണിയൊക്കെ വരും. വേറെ ചേച്ചിമാരൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പാചകങ്ങളൊക്കെ. സ്ത്രീകളാണ് ഫാമിലിയുടെ ഊണ് പോലെ തന്നെ അല്ലേ? എല്ലാവരും ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ്, പുറത്തൊന്നും ആരുമില്ല. ഇപ്പോൾ ഒരു തട്ടുകട എന്ന് വെച്ചത് പിന്നെ വൈകുന്നേരം പിന്നെ രാത്രിയിലെ ഫുഡാണ് അല്ലേ? രാവിലെ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലുള്ള സ്പെഷ്യൽ ഇവിടെ ബീഫ്, ഹാർട്സ്, ജീരകക്കോഴി, ചിക്കൻ പൊരിച്ചത് അത് ഡെയിലി ഉണ്ടാവും. പിന്നെ മുയലുണ്ടാവും, താറാവ്, ഇതൊക്കെ ആളുകൾ കഴിക്കാൻ വരണ്ടാവും. ആ ഡെയിലി ഉണ്ടാക്കുന്ന സാധനമൊക്കെ തീർന്നിട്ടേ ഞങ്ങൾ പോകും. മുഴുവൻ സാധനം തീർന്നിട്ട് തന്നെയാണ്. വെള്ളം ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. നല്ല ഊണും കൊടുക്കാം, മനസ്സ് നിറഞ്ഞിട്ട് ആളുകൾ പോകണം എന്നാണ് അല്ലേ? ഞങ്ങൾ സ്ഥിരം കസ്റ്റമറാണ്. കാരണം പിന്നെ വന്നുകൊണ്ട് അല്ലേ? ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ആളുകൾ രണ്ടാമതും പിന്നെ ഇവിടുന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ അതായത് ഏതെങ്കിലും വഴിക്ക് പോവുകയാണെങ്കിലും പിന്നെയും ഇതിലെ പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാനാണ് ഇഷ്ടപ്പെടുക. അത്രയ്ക്ക് സൂപ്പറാണ്. ഞങ്ങളും കഴിച്ച് നല്ല ഭക്ഷണമാണ്. ചോറ്, പച്ചക്കറി, മീൻകറി എന്ന് പറഞ്ഞാൽ അതിലൊരു കഷ്ണം ഉണ്ടാവില്ലേ? അതുണ്ടാകും. പിന്നെ സ്പെഷ്യലായിട്ട് പുളിങ്കറി, പച്ചടി, ഉപ്പേരി, പപ്പടം എല്ലാം കൂടി 8 വിഭവം ഉണ്ടാവും. പിന്നെ ബിരിയാണി ഉണ്ടാവും. പിന്നെ രസം കൊടുക്കും ചോറിലേക്ക്. 60 രൂപയുണ്ടാവും ചോറ്. പക്ഷേ നല്ല ചോറുമാണ്, നല്ല അരിൻ്റെ ചോറാണ് അല്ലേ? കുറവ് അരിൻ്റെ ചോറുമാണ്. അപ്പോൾ ഇനി ആളുകൾ ആരെങ്കിലും ഇതിലെ പോകുന്ന ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒന്ന് ടേസ്റ്റ് നോക്കണം അല്ലേ? ഒന്ന് ടേസ്റ്റ് നോക്കണം, എന്നാൽ വീണ്ടും കഴിക്കാനേ തോന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.